ഹായ് ഓൾ അസ്സലാമലൈക്കും. ഹാപ്പി ഡേ വിത്ത് റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന ഒരു ബിരിയാണിയാണ് കാണിക്കാൻ പോകുന്നത്. അതിനായിട്ട് 2 ഉള്ളി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. 2 ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 2 വലിയ ഉള്ളിയാണ്. അപ്പോൾ 2 വലിയ ടേബിൾ സ്പൂണ് വെളിച്ചെണ്ണ, 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർക്കുക. നന്നായിട്ട് ചൂടായതിനു ശേഷം ഈ ഉള്ളി നമുക്കിത് ചേർത്തിട്ട് ഉപ്പിട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. നന്നായിട്ട് വഴയാനും വേണ്ടിയിട്ട് ഒന്ന് അടച്ചു വെച്ചാൽ മതി കേട്ടോ. ഇപ്പോൾ ക്യാമറയിൽ നന്നായിട്ട് വഴയാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചാൽ മതി. കുക്കറിലായത് കൊണ്ട് തന്നെ നന്നായിട്ട് വഴയണമെന്നൊന്നുമില്ല. ഇതിൽ പിന്നെ ഞാൻ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, പിന്നെ മിൻറ്റ്, പുതിനയില അതെല്ലാം ചേർത്തിട്ടാണ് കേട്ടോ ഗ്രൈൻഡറിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തത്. എന്നിട്ട് നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതും കൂടി നന്നായിട്ട് വഴറ്റണം. പിന്നെ കുക്കറിലായതുകൊണ്ട് അതിൻ്റെ റോസ്മെല് കംപ്ലീറ്റ് മാറണം. കുക്കറിലാണെന്ന് വിചാരിച്ചിട്ട് അത് വേഗം തന്നെ ചിക്കൻ ഇടാൻ പാടില്ല. അപ്പോൾ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. ഇത് നന്നായിട്ട് വഴന്നതിന് ശേഷം മാത്രമാണ് ചിക്കൻ ചേർക്കേണ്ടത്. ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് വഴന്നതിന് ശേഷം തക്കാളി ഇട്ട് കൊടുക്കുക. അപ്പോൾ തക്കാളി നന്നായിട്ട് വഴണം കേട്ടോ. എന്നിട്ടിങ്ങനെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞ് വരും. നന്നായിട്ട് വഴന്നതിന് ഇങ്ങനെ നന്നായിട്ട് അമർന്ന് വരും തക്കാളി. അത്ര വരെ വഴണം കുക്കറിലായാലും. എന്നിട്ടാണ് ചിക്കൻ ഇട്ട് കൊടുക്കേണ്ടത്. ഇത് തക്കാളിയും കൂടി നന്നായിട്ട് വഴന്നിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ ഇതിൽ ചിക്കൻ ഇട്ടിട്ടുണ്ട്. ഈ ചിക്കനും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യണം. അപ്പം മിക്സ് ചെയ്തതിന് ശേഷം മാത്രമാണ് കുക്കർ അടച്ചു വെക്കാൻ പാടുള്ളൂ. വേണമെങ്കിൽ നിങ്ങൾക്ക് മഞ്ഞപ്പൊടിയും കൂടി ചേർക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അടച്ചു വെച്ചിട്ട് നമുക്ക് പിന്നെ ഇവിടുത്തെ ചിക്കനൊക്കെ 2 വിസിൽ മതിയാവും. ഫുൾ ഫ്ലെയിമിലാണെങ്കിൽ ഫുൾ ഫ്ലെയിമിൽ വെക്കാം. പിന്നെ കാരണം തക്കാളിൻ്റെ വെള്ളം ഉണ്ടാവും ഇറങ്ങിയിട്ട്. അപ്പോൾ അതുകൊണ്ട് ആ വെള്ളത്തിൽ തന്നെ നമുക്ക്, അഥവാ തക്കാളിക്ക് അങ്ങനെ വെള്ളം ഇല്ല, അങ്ങനെ ഒറ്റ പോലെയാണെങ്കിൽ അല്പം വെള്ളം ചേർത്ത് കൊടുക്കട്ടെ. ഒരുപാട് വെള്ളം ചേർക്കണ്ട. കാരണം മസാലയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്, ബിരിയാണി മസാല. അപ്പം അത്ര വെള്ളം ചേർത്താൽ മതിയാവും. കുക്കറിൽ ഉണ്ടാക്കുന്ന പിന്നെ ബിരിയാണിയാണ് കേട്ടോ. പിന്നെ ക്വിക്ക് റെസിപ്പിയാണെന്നല്ല, ക്വിക്ക് റെസിപ്പി ബിരിയാണിയൊക്കെ ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലും എളുപ്പത്തിലുള്ള ബിരിയാണി വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്ത് തരാം. അപ്പോൾ അങ്ങനെ ഇപ്പോൾ എല്ലാം യൂട്യൂബിൽ അവൈലബിൾ ആണല്ലോ അല്ലേ. അപ്പോൾ റെസിപ്പിയൊന്നും പിന്നെ നിങ്ങൾ ട്രൈ ചെയ്തിട്ട് ഏതാ ബെസ്റ്റ് എന്നുള്ളത് പറയാം, മറക്കരുത് കേട്ടോ എൻ്റെ ചാനലിൽ. അപ്പോൾ പിന്നെ ഇത് ഇനി നമുക്ക് 2 വിസിൽ ഫുൾ ഫ്ലെയിമിലോ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ അടുക്കി പിടിക്കുക അങ്ങനെ എല്ലാം തോന്നലുള്ളവർ ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, വിസിൽ കൊടുക്കാണ്ട് കേട്ടോ. ഇവിടുത്തെ ചിക്കൻ വേഗം വെന്തിട്ട് നാട്ടിൽ കുറച്ചും കൂടി ടൈം എടുക്കും. ബിരിയാണീൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ ചെറുനാരങ്ങ നീരും പുളിനാരങ്ങ ആണെങ്കിൽ നിങ്ങൾക്ക് ലെമണേഡോ 2 ഇടാം കേട്ടോ. അപ്പോൾ അത് അല്ലെങ്കിൽ അതൊന്നുമില്ലെങ്കിൽ സിർക്ക വിനാഗർ ചേർത്ത് കൊടുത്താലും മതി. അത് ചേർത്തിട്ട് പിന്നെ തന്നതിന് ശേഷം തൈരും കൂടി ചേർത്താൽ നല്ല രുചി ഉണ്ടാവും കേട്ടോ. തൈര് ചേർത്ത മസാല അധികം വെക്കാതെ നോക്കുന്നതായിരിക്കും നല്ലത്. പക്ഷെ രുചി നോക്കുകയാണെങ്കിൽ തൈരും കൂടി ചേർക്കുമ്പോൾ നല്ല രുചിയാണ്. അപ്പം അങ്ങനെ അപ്പോൾ നമ്മുടെ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ബിരിയാണി അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ചോറുണ്ടാക്കിയതിന് ശേഷം അല്പം ഗരം മസാല വിതറിയാൽ മതിയാവും. ചോറ് നിങ്ങൾക്ക് നെയ്ച്ചോറുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഓൾറെഡി, അതൊക്കെ പോയി കാണാം. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ടോ റെസിപ്പി ആയിട്ടോ എന്തെങ്കിലും ആയിട്ടും വരുന്നവരേക്കും ബായ്.